ഞങ്ങളുടെ പള്ളിയിലൊക്കെ വരാൻ തുടങ്ങിയോ? നിങ്ങളുടെ പള്ളി കൂടിയെ കൊള്ളാന്നുണ്ട്. എല്ലാ പള്ളിയിലും ഒരു കർത്താവാണല്ലോ ഇരിക്കുന്നത്. ഒടുക്ക സഭയെന്ന് പുറത്താക്കാതെ നോക്കിക്കോ. കയറ്റിക്കൊണ്ടൊന്നും ഇവിടെയുള്ള നാട്ടുകാരെ കൊല്ലണോ? എനിക്കിവിടെ ഹോം സ്റ്റേ നടത്താൻ ആരുടെ സമ്മതം ആവശ്യമില്ല. ഇവൾ ഒരു നടക്ക് പോകുന്ന കേസട്ടല്ലോ. അല്ല ഏട്ടാ, എന്താ പ്രശ്നം? താനാരാ? അതല്ലോ ഇവിടുത്തെ കാര്യം. ആരുമില്ലാത്ത വീട്ടിൽ കയറി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവക്കത് മനസ്സിലായിട്ടുണ്ട്. ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാവാനും പോണില്ല. പെണ്ണല്ലേ പെണ്ണല്ലേ എന്ന് കരുതി ക്ഷമിക്കുമ്പോ തലേ കയറി നിരങ്ങല്ലേ തല്ലി പൊളിക്കണല്ലോ. ഞാനൊന്ന് പറയട്ടെ. അന്നേനും മാറിയുന്നുള്ളൂ. ഇനിയിപ്പം ഞാനുണ്ടല്ലോ. തല അധികം ഇളക്കണ്ട. മരവിപ്പ് മാറിയിട്ട് എണീറ്റാ മതി. അവരൊക്കെ പോയോ? അരിവാളെടുത്ത് വീശപ്പോ അവര് ജീവനും കൊണ്ടോടി. പോരാത്തതിന് 3-4 നാട്ടുകാരും വന്നു. എൻ്റെ ശ്രദ്ധയൊന്ന് പാളി. ഒരുപാട് സ്റ്റണ്ട് പടങ്ങൾ കാണുന്നതിന്റെ കുഴപ്പ. പെട്ടെന്ന് ഹീറോ ആവാനൊക്കെ തോന്നും. ആൻഡ് ഹീറോയ്ക്ക് അറ്റംപ്റ്റ് സംടൈംസ് ലൈക്ക് ദിസ് ലുക്സ് വെരി സ്റ്റുപ്പിഡ്. എന്നാ പോട്ടെ. സൈക്കിൾ ഉണ്ടേട്ടാ, ചിലപ്പോ തല ഇറങ്ങും. ആരും ഇല്ലാത്തവളാണ്. സ്നേഹിക്കാനും സ്വന്തം എന്ന് പറയാനും ആർക്കും ഭാരാവാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ഉപദ്രവിക്കരുത് പ്ലീസ് റെഡി. അന്ന, ഐ എം നോട്ട് കിഡിങ് അറൗണ്ട്. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാൻ തന്നെ ആദ്യമായിട്ട് റാന്തൽ വിളിച്ചത് കണ്ട നിമിഷമില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം. ആൻഡ് ഐ വോണ്ട് ടു റിലിവ് എ മില്യൺ മൊമെന്റ്സ് ലൈക്ക് ദാറ്റ് വിത്ത് യു. ഭയങ്കരയാണ് അറിയാം, ബട്ട് ഐ ജെന്യൂൻലി ലവ് യു. അന്ന, love hurts really. It always does. Forget it.
അപ്പൊ നമ്മുടെ സിബിയും കുടുംബമൊക്കെ അവരവിടെ യു എസ് തന്നെ സ്റ്റേ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. പിള്ളേർ ചോദിക്കുന്നത് ഇവിടെ വന്നിട്ട് എന്നാ ചെയ്യാനാണ്. അല്ല ഒന്നാലോചിക്കുമ്പോൾ ശരിയാ. ഡോക്ടറെ, ഇതാണ് എൻ്റെ ഒരേ ഒരു മകൻ ഫ്രെഡി. ആഹാ. മോനെ, ഇത് ഡോക്ടർ തരകൻ. നമ്മുടെ തുരുത്തിക്കടവിലെ ജൂബിലി ഹോസ്പിറ്റലില്ലേ, അവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ. ഹലോ. കേട്ടോ ഡോക്ടറെ, ഇവന് മുഴുവൻ സമയം തുരുത്തിക്കടവിലാന്നേ, PhD ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. പഠിക്കാൻ മെടുക്കനാ. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഇത് എൻ്റെ മോള് മാർഗരറ്റ്. ഹായ്. ഹായ്. ഇപ്പോൾ MBBS ഫൈനൽ ഇയറാ. അപ്പച്ച. ആ ശരി. അമ്മജി. ആ വന്നോ? എന്നാ പറ്റിയടാ? ഒന്നുമില്ല. അവര് ചുമ്മാ വന്നോന്നുമല്ലെന്നാ എനിക്ക് തോന്നുന്നേ. അപ്പം നിന്നെ മാർക്കറ്റിനോട് കൂട്ടിക്കെട്ടാനുള്ള പ്ലാനാന്നാ തോന്നുന്നേ. നല്ല കൂട്ടക്കാരാടാ, നല്ല ഒന്നാം തരം ജ്ഞാനായ, നല്ല തറവാട്ടുകാർ. ഫ്രെഡി, താൻ ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇതുവരെ പുറം നാട്ടുകാരോട് ഇടപെടുന്ന പോലെ ഞങ്ങൾ ആരെങ്കിലും തന്നോട് ഇടപെട്ടിട്ടുണ്ടോ? ഇങ്ങനൊരു വൃത്തികെട്ട സ്വഭാവം തനിക്കുണ്ടെന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. നാട്ടിൽ വേറെ ഏതൊക്കെ വീടിന്റെ വേര് ചാടിയിട്ടുണ്ടാവും ആർക്കറിയാം. പോലീസിനെ വിളിക്കേണ്ട കാര്യമാണ് ഫ്രെഡി താൻ ചെയ്തത്. അത് ഞങ്ങൾ ചെയ്യുന്നില്ല. പകരം നാളെ തന്നെ ഇവിടുന്ന് പൊയ്ക്കോണം. ഇനി മേലാൽ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കരുത്. സിസ്റ്റർ, ഞാൻ വിളിച്ചിട്ട് എന്നെ കാണാനാണ് ഫ്രെഡി വന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അതോടെ അന്നയ്ക്ക് അത്രയും കാലം പോറ്റി വളർത്തിയ മഠത്തിൽ ഇടമില്ലാതെയായി. അന്നയും ഫ്രെഡിയും ഒരുമിച്ചായി.